നമസ്കാരം. ലേറ്റ് എഡിഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. രക്തസാക്ഷി ഫണ്ട് ക്രമക്കേട് ആരോപണത്തിൽ പയ്യന്നൂർ ഏരിയ കമ്മിറ്റി യോഗത്തിൽ തർക്കം. രക്തസാക്ഷി ഫണ്ട് പിരിവിലെ കണക്ക് അവതരിപ്പിക്കണമെന്ന് ചില അംഗങ്ങൾ യോഗത്തിൽ ആവശ്യപ്പെട്ടു. ജില്ലാ സെക്രട്ടറി പങ്കെടുത്ത യോഗത്തിലാണ് അംഗങ്ങൾ ഈ ആവശ്യം ഉന്നയിച്ചത്. അജീഷ് ജയകുമാർ കണ്ണൂരിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അജീഷ്, പയ്യന്നൂരിലെ ഫണ്ട് തട്ടിപ്പ് ക്രമക്കേട് അത് CPM-ന് വലിയ രീതിയിൽ തലവേദനയായതാണ് കണ്ണൂരിലും പയ്യന്നൂരിലും. നിലവിൽ ഇപ്പോൾ പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയിൽ തന്നെ ഇത്തരത്തിൽ ഈ വിഷയം ഉയർന്നു വന്നു. അവിടെ 2 തട്ടിൽ അംഗങ്ങൾ വന്നു എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നു. എന്താണ് സംഭവിച്ചത്? അപ്രതിന് ഒരു ഭിന്നത ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ കാര്യം. ഈ ബഹുജനങ്ങൾക്ക് മുന്നിൽ പയ്യന്നൂർ രക്തസാക്ഷി ഫണ്ടിന്റെ വരവ് ചെലവ് കണക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവതരിപ്പിക്കുമെന്നായിരുന്നു ജില്ലാ സെക്രട്ടറി KK രാഗേഷ് നേരത്തെ പറഞ്ഞിരുന്നത്. എന്നാൽ ഇന്നു ചേർന്ന ഏരിയ കമ്മിറ്റി യോഗത്തിൽ ഇതിനുമായി ബന്ധപ്പെട്ട വരവ് ചെലവ് കണക്കല്ല ജില്ലാ സെക്രട്ടറി അവതരിപ്പിച്ചത്. മറിച്ച് ഈ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള മുൻ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന V കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച ആരോപണങ്ങൾക്കെതിരെ പാർട്ടി എടുത്ത നടപടികളും അതുമായി ബന്ധപ്പെട്ട വിശദീകരണ റിപ്പോർട്ട് ാണ് ഇന്ന് കീഴ്ഘടകത്തിൽ അവതരിപ്പിച്ചത്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള TI മധുസൂദനനും ഈ ഏരിയ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് അംഗങ്ങളിൽ ചിലർ 20 അംഗ ഏരിയ കമ്മിറ്റി യോഗമായിരുന്നു ഇന്ന് ചേർന്നത്. അതിൽ ചിലർ ഇത് മറ്റുള്ള വിശദീകരണ റിപ്പോർട്ടല്ല വേണ്ടത്, വ്യക്തമായ കണക്കുകൾ അവതരിപ്പിച്ചുകൊണ്ട് പാർട്ടി അംഗങ്ങൾക്ക് അനുഭാവികൾക്കും അംഗങ്ങൾക്കും ഉണ്ടായിട്ടുള്ള സംശയങ്ങൾ അത് ദൂരീകരിക്കണമെന്നാണ് അംഗങ്ങൾ ആവശ്യപ്പെട്ടത്. പക്ഷേ ഇത് ജില്ലാ സെക്രട്ടറി ഔദ്യോഗിക പക്ഷം ഇത് അംഗീകരിച്ചില്ല. ഇതോടെ വലിയ തർക്കവും ബഹളവും ഏരിയ കമ്മിറ്റി യോഗത്തിൽ ഉണ്ടാവുകയും ചെയ്തു. ഈ പരസ്പരം ഇത് കണക്ക് അവതരിപ്പിക്കാൻ പറ്റില്ല എന്ന ജില്ലാ ഘടകവും ഉറച്ചു നിൽക്കുന്നതോടെ വലിയ വാക്കേറ്റവും ഒക്കെ ഏരിയ കമ്മിറ്റി ഉണ്ടായി. അങ്ങനെ ഏരിയ കമ്മിറ്റി യോഗം അലസി പിരിയുകയായിരുന്നു. അങ്ങനെ ഭിന്നതയുണ്ടായ ഒരു സാഹചര്യത്തിൽ ഈ ഉടക്കി പിരിഞ്ഞ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഏതാണ്ട് പകുതിയിലധികം ഏരിയ കമ്മിറ്റി അംഗങ്ങൾ കണക്ക് അവതരിപ്പിക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. ഇവരെ അനുനയിപ്പിക്കാനുള്ള ഒരു ശ്രമവും ഇപ്പോൾ ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് തുടങ്ങിയിട്ടുണ്ട്. അജീഷ് ജയകുമാറാണ് കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഇറാൻ അമേരിക്ക യുദ്ധഭീതിയിൽ ജാഗ്രതയോടെ പശ്ചിമേഷ്യ. പൗരന്മാരെ ഒഴിപ്പിച്ച് അമേരിക്കയും UK-യും. ഇസ്രായേൽ വിടാൻ പൗരന്മാർക്ക് അമേരിക്ക നിർദ്ദേശം നൽകി. ഇറാൻ അമേരിക്ക സംഘർഷ സാഹചര്യം വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് പൗരന്മാർക്ക് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഈ നിർദ്ദേശം വന്നിരിക്കുന്നത്. മെറിൻ മേരി ചാക്കോ ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്നും തത്സമയങ്ങളുമായി ചേരുന്നു. മെറിൻ, നിലവിൽ പശ്ചിമേഷ്യയിൽ വീണ്ടും ഒരു സംഘർഷ സാഹചര്യം ഉണ്ടാകുന്നു. അതൊരുപക്ഷെ അതിന്റെ സാധ്യത കൂടുതൽ വർദ്ധിച്ചു എന്ന് തന്നെ പറയാം. ആ രീതിയിൽ മറ്റ് രാജ്യങ്ങൾ അവരുടെ പൗരന്മാർക്കും മറ്റ് രാജ്യങ്ങളിലുള്ള പൗരന്മാർക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നതൊക്കെയാണ് കഴിഞ്ഞ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. എന്താണ് നിലവിലെ പശ്ചിമേഷ്യയിലെ സാഹചര്യം? ഇസ്രായേൽ നടക്കം പൗരന്മാരോട് മടങ്ങിവരാൻ അമേരിക്ക ആവശ്യപ്പെടുന്നുണ്ടല്ലോ. പ്രജിൻ, ഇറാൻ അമേരിക്ക സംഘർഷ സാഹചര്യം അല്ലെങ്കിൽ ആണവ വിഷയത്തിൽ സംഘർഷ സാഹചര്യം നിലനിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പൗരന്മാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അമേരിക്കയും ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങളാണ് ഇപ്പോൾ പൗരന്മാരോട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇസ്രായേൽ എത്രയും വേഗം ഇസ്രായേലിൽ നിന്നും ഒഴിയണമെന്ന് അമേരിക്കയുടെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് നിർദ്ദേശം നൽകിയിരിക്കുന്നു. സർക്കാർ ജീവനക്കാരും അവരുടെ കുടുംബാംഗങ്ങളും എത്രയും പെട്ടെന്ന് പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ഇസ്രായേൽ വിടണമെന്ന് തന്നെയാണ്. അനാവശ്യമായിട്ടുള്ള യാത്രകൾ ഒഴിവാക്കണം, ഇസ്രായേലിലേക്ക് യാത്ര ചെയ്യരുതെന്നും അമേരിക്ക മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മാത്രമല്ല, ഈ ഒരു പെട്ടെന്നുള്ള നീക്കത്തിൽ വിമാന ടിക്കറ്റുകളെല്ലാം ഉയർന്നേക്കാം. ആ ഒരു സാഹചര്യമെല്ലാം മുന്നിൽ കാണണമെന്നും ഇപ്പോൾ അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരുന്നു. തൊട്ടു പിന്നാലെ ഇപ്പോൾ UK അറിയിച്ചിരിക്കുന്നത് ടെഹ്റാനിലെ എംബസി ഒഴിപ്പിച്ചു കഴിഞ്ഞു. അവിടുത്തെ എംബസി ഓൺലൈനായി മാത്രമായിരിക്കും പ്രവർത്തിക്കുക. ഇതൊരു മുൻകരുതൽ എന്ന നിലയിലാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനമെന്നും UK സർക്കാർ അറിയിക്കുന്നുണ്ട്. തൊട്ടു പിന്നാലെ കാനഡ, അതുപോലെ തന്നെ ഫ്രാൻസ്, ചൈന തുടങ്ങിയ രാജ്യങ്ങളും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളും ഇറാനിൽ നിന്ന് പൗരന്മാരോട് ഒഴിഞ്ഞു വരണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്നലെയാണ് ജനീവയിൽ ആണവ വിഷയങ്ങളിൽ കരാർ ഒപ്പിടുന്നത് സംബന്ധിച്ച ചർച്ചകൾ നടന്നത്. അതിൽ പുരോഗതി ഉണ്ടെങ്കിലും ആണവ കരാറിൽ ധാരണയായിട്ടില്ലായിരുന്നു. അതിന് തൊട്ടു പിന്നാലെ അടുത്ത ആഴ്ച വിയന്നയിൽ ചർച്ചയിൽ നടക്കാനിരിക്കുകയാണ്. മാത്രവുമല്ല, അമേരിക്കയുടെ സൈനിക വിന്യാസം ഇറാനു ചുറ്റും, അതുപോലെ തന്നെ കൂടുതൽ യുദ്ധ വിമാനങ്ങൾ ഇസ്രായേലിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിൽ തന്നെയാണ് രാജ്യങ്ങൾ കൂടുതൽ മുൻകരുതലിലേക്ക് നീങ്ങിയിരിക്കുന്നത്. അമേരിക്കയും അതുപോലെ തന്നെ UK-യും പൗരന്മാർക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു. അവരെ എത്രയും വേഗം ഒഴിപ്പിച്ചും കഴിഞ്ഞിരിക്കുന്നു. പ്രജിൻ, മെറിൻ മേരി ചാക്കോ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. പത്തനംതിട്ട അടൂരിൽ ഉത്സവത്തിനിടെ കെട്ടുകാളയുടെ ചക്രം ശരീരത്തിൽ കൂടി കയറി ഭിന്നശേഷിക്കാരനായ യുവാവിന് ദാരുണാന്ത്യം. ചെന്നീർക്കര സ്വദേശി സജി ബാബു ആണ് മരിച്ചത്. ഷിജോ കുര്യൻ പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. ഷിജോ, ഒരു ഉത്സവ ഇടത്താണ് ഈ രീതിയിലുള്ളൊരു അപകടമുണ്ടായത്. ദാരുണമായ അന്ത്യമാണ് യുവാവിന് സംഭവിച്ചത്. എന്താണ് വിവരങ്ങൾ? ഗോകുലെ, ഒരു ദാരുണമായിട്ടുള്ള ഒരു മരണ വാർത്തയുടെ വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.
അടൂർ തൃച്ചേത്തുമംഗലം ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെയാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. ഉത്സവത്തിലെ ആറാട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്ഷേത്രത്തിന് സമീപത്തുന്ന ആറാട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോയി തിരികെ വരുന്നതിനിടയിലേക്കാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ കെട്ടുരുപ്പടിയുടെ ചക്രം ശരീരത്തിലൂടെ കയറിയിറങ്ങി ഭിന്നശേഷിക്കാരനായിട്ടുള്ള യുവാവിന് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതായത് ഈ പറയുന്ന വാലുതറയിൽ ഊന്നുകൽ മുകളിൽ പടിഞ്ഞാറ്റത്തിൽ MD ബാബുവിന്റെയും പൊന്നമ്മയുടെയും മകൻ 39 വയസ്സുള്ള ബാബുവാണ് മരിച്ചത്. ആറാട്ട് കഴിഞ്ഞ് മടങ്ങി വരുന്നതിനിടെയാണ് ഈ സംഭവം ഉണ്ടായത്. ഗൂഗിൾ. ശരി, ഷിജോ കുര്യനാണ് വിശദാംശങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന്. JNU വൈസ് ചാൻസലറുടെ ജാതി അധിക്ഷേപത്തിൽ നാളെ SFIയുടെ രാജ്യവ്യാപക പ്രതിഷേധം. എല്ലാ സർവകലാശാലകളിലും പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിക്കും. വൈസ് ചാൻസലറുടെ രാജി ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം. PR അരവിന്ദ് ഡൽഹിയിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. അരവിന്ദ്, JNU ക്യാമ്പസിനകത്ത് മാത്രം ഉണ്ടായ പ്രതിഷേധം അത് രാജ്യവ്യാപകമാകുന്നു, പുറത്തേക്ക് കൂടി വ്യാപിപ്പിക്കാനാണ് ഇപ്പോൾ SFIയുടെ നീക്കമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഏത് രീതിയിലായിരിക്കും നാളത്തെ പ്രതിഷേധം? JNU VCക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്താൻ തന്നെയാണ് SFI തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസമായി JNU ക്യാമ്പസിനുള്ളിൽ വലിയ പ്രതിഷേധം വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. പിന്നാലെ കഴിഞ്ഞ ദിവസം ഏകദേശം 14ഓളം വിദ്യാർത്ഥി സംഘടനകാർ നേതാക്കളെ അടക്കം പോലീസ് അറസ്റ്റ് ചെയ്യുകയും അവരെ ജയിലിലടക്കുകയും ചെയ്തിരുന്നു. പിന്നാലെ ഇന്നായിരുന്നു അവർക്ക് പട്ടിയാല ഹൗസ് കോടതി ജാമ്യം അനുവദിച്ചത്. 25,000 രൂപയുടെ ബോണ്ടിൽ ഇവർക്ക് ജാമ്യം നൽകിയെങ്കിലും അവർക്ക് ഇപ്പോഴും പലർക്കും പുറത്തിറങ്ങാൻ സാധിച്ചിട്ടില്ല. എന്തായാലും ഇതിനെതിരെ രാജ്യവ്യാപകമായ ഒരു പ്രതിഷേധത്തിന് തന്നെയാണ് ഇപ്പോൾ SFI തയ്യാറായിരിക്കുന്നത്. SFIയുടെ യൂണിറ്റുകളുള്ള എല്ലാ സർവകലാശാലകളിലും പ്രതിഷേധ സമരം സംഘടിപ്പിക്കുമെന്നതാണ് ദേശീയ പ്രസിഡന്റ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഡൽഹിയിൽ മാർച്ച് നടക്കും. അംബേദ്കർ യൂണിവേഴ്സിറ്റി മുതൽ JNU വരെ മാർച്ച് നടത്തുമെന്നും വിദ്യാർത്ഥി സംഘടനകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും JNU VC രാജിവെക്കുക, അതോടൊപ്പം തന്നെ അംബേദ്കർ യൂണിവേഴ്സിറ്റിയിൽ ഇത്തരത്തിൽ സമാധാനപരമായി പ്രതിഷേധിച്ച പല വിദ്യാർത്ഥികൾക്കുമെതിരെ നടപടികൾ സ്വീകരിച്ചിരുന്നു. അവരെ 1 വർഷം വരെ സസ്പെൻഡ് ചെയ്യുന്ന നിലപാടുകൾ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇത് പിൻവലിക്കുക, അതുപോലെ തന്നെ UGC നിയന്ത്രണങ്ങൾ അത് നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് SFIയുടെ ഒരു പ്രതിഷേധം നടക്കാൻ പോകുന്നത്. എന്തായാലും JNU പരിസരത്തെല്ലാം കനത്ത പോലീസ് സുരക്ഷയാണ് കഴിഞ്ഞ 2 ദിവസമായി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. 3 നിര ബാരിക്കേഡുകൾ നിരത്തിക്കൊണ്ടാണ് വിദ്യാർത്ഥികളെ ഇപ്പോൾ അവിടെ തടഞ്ഞു നിർത്തിയിരിക്കുന്നത്. പക്ഷേ രാത്രി വൈകിയും ഇപ്പോഴും അവിടെ വലിയ പ്രതിഷേധം വിദ്യാർത്ഥികളുടെ ഭാഗത്ത് ഉണ്ടാകുന്നു. തങ്ങൾ ഉയർത്തിയ ആവശ്യങ്ങൾ അത് അംഗീകരിക്കും വരെ പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണ് വിദ്യാർത്ഥികൾ വ്യക്തമാക്കിയിരിക്കുന്നത്. നാളെയും എല്ലാ സർവകലാശാലകളിലും പ്രതിഷേധ സമരം നാളെ സംഘടിപ്പിക്കാനാണ് SFIയുടെ തീരുമാനം. PR അരവിന്ദാണ് ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങൾ പങ്കുവച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFനെ പിണറായി വിജയൻ തന്നെ നയിക്കും. ഡൽഹിയിൽ ചേർന്ന പോളിറ്റ് ബ്യൂറോ യോഗത്തിലാണ് തീരുമാനം. ആരെല്ലാം മത്സരിക്കുമെന്നതിൽ ഉടൻ ധാരണയിലെത്തുമെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. മാർച്ച് ആദ്യവാരം സ്ഥാനാർത്ഥികളെ തീരുമാനിക്കും. തുടർച്ചയായ 3ാം തവണയും കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നയിക്കാനാണ് യോഗത്തിന്റെ തീരുമാനം. കേരളമടക്കം 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാനുള്ള നിർണായക PB യോഗത്തിന് ശേഷം ജനറൽ സെക്രട്ടറി MA ബേബി ഇക്കാര്യം അറിയിച്ചു. മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുപ്പിന് ശേഷം തീരുമാനിക്കുമെന്നും MA ബേബി. In the coming elections in Kerala, that is the present Chief Minister and Politburo member from the Pinarayi Vijayan will be leading our campaign. As and when we get the majority, we will meet and we will take a call. We will take a decision. This is how we always decide. മറ്റ് പോളിറ്റ് ബ്യൂറോ അംഗങ്ങളിൽ ആരെല്ലാം മത്സരിക്കും എന്ന ചോദ്യത്തോട് സ്ഥാനാർത്ഥികളെ സംസ്ഥാന തലത്തിലാണ് തീരുമാനിക്കുക എന്നും മാർച്ച് ആദ്യവാരത്തോടെ പൂർണ്ണ ചിത്രമാകുമെന്നും MA ബേബി. We have so many winnable candidates in every constituency. So winnability alone creates problem. Whom to choose? So various factors will be there. വിജയസാധ്യത കണക്കിലെടുത്ത് മാനദണ്ഡങ്ങളിൽ ഇക്കുറി ഇളവുണ്ടാകുമെന്ന സൂചനയും ജനറൽ സെക്രട്ടറി നൽകി. പശ്ചിമബംഗാളിൽ CPIML, ISF എന്നീ പാർട്ടികളുമായി ചേർന്നാകും ഇത്തവണ ഇടതുമുന്നണി മത്സരിക്കുക എന്നും MA ബേബി വ്യക്തമാക്കി. അസമിൽ CPIM ഇന്ത്യ സഖ്യ മാതൃകയിലുള്ള വിശാല സഖ്യത്തിന്റെ ഭാഗമാകും. 24 ഡൽഹി. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച പ്രാഥമിക ചർച്ചകൾക്കായി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് നാളെ ചേരും. ജില്ലാ നേതൃയോഗങ്ങൾ ചേർന്ന് പ്രാഥമിക നിർദ്ദേശങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ ചർച്ചകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച അനൗപചാരിക ചർച്ചകൾ പലതും നടന്നിട്ടുണ്ടെങ്കിലും CPIM ഔദ്യോഗിക ചർച്ചകളിലേക്ക് കടക്കുന്നത് ഇതാദ്യമാണ്. സ്ഥാനാർത്ഥികളുടെ പേര് നേരിട്ട് പരിഗണിക്കുന്നതിന് മുൻപ് പൊതുമാനദണ്ഡങ്ങൾ നിശ്ചയിക്കുകയാണ് നാളത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ മുഖ്യ അജണ്ട.
തിരഞ്ഞെടുപ്പിൽ മുന്നണിയെ ആര് നയിക്കണം, PB അടക്കമുള്ള നേതൃസമിതികളിൽ നിന്ന് ആരൊക്കെ മത്സരിക്കണം എന്നതിലാകും ആദ്യം ധാരണ രൂപപ്പെടേണ്ടത്. 2 ടേം തുടർച്ചയായി മത്സരിച്ചവരെ ഒഴിവാക്കിയാണ് 2021 സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കിയത്. മുന്നണിയെ നയിക്കുന്ന ആളെന്ന നിലയിൽ പിണറായി വിജയന് ഇളവ് നൽകിയിട്ടുണ്ട്. ബാക്കിയുള്ളവർക്ക് ടേം നിബന്ധന തുടരണോ വേണ്ടയോ എന്ന കാര്യത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ധാരണയിലെത്തും. KK ശൈലജ, TP രാമകൃഷ്ണൻ തുടങ്ങിയ സീനിയർ നേതാക്കൾക്കും മന്ത്രിമാരായ സജി ചെറിയാൻ, വീണ ജോർജ് എന്നിവർക്കും വീണ്ടും മത്സരിക്കണമെങ്കിൽ ഇളവ് അനിവാര്യമാണ്. കണ്ണൂർ ജില്ലാ സെക്രട്ടറിയിൽ നിന്ന് വന്ന പട്ടികയിൽ നിലവിൽ KK ശൈലജയുടെ പേരില്ല. പലരുടെയും പേരുണ്ടാവില്ല. അതിൻ്റെ അർത്ഥം നിങ്ങൾ കേട്ടിരിക്കുന്നതും കണ്ടിരിക്കുന്നതും ശരിയായിരിക്കില്ല. ഞങ്ങളുടെ പാർട്ടി ഇത് സംബന്ധിച്ച് ആലോചന നടത്തി കഴിഞ്ഞിട്ടില്ല. നാളെ ഇതിൻ്റെ പ്രാഥമികമായ ആലോചന നാളെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേ വരുന്നുള്ളൂ. 2 ടേം നിബന്ധനയിൽ കഴിഞ്ഞ തവണ മാറ്റി നിർത്തിയ ഡോക്ടർ TM തോമസ് ഐസക്കിനെ പോലുള്ള നേതാക്കളെ വീണ്ടും മത്സരിപ്പിക്കുന്നതിലും നാളത്തെ സെക്രട്ടേറിയറ്റ് ധാരണയിലെത്തും. 75 വയസ്സ് പ്രായപരിധി പിന്നിട്ടവരെ മത്സരിപ്പിക്കുന്നതിലും തീരുമാനമുണ്ടാകും. സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിർദ്ദേശങ്ങൾ സംസ്ഥാന സമിതി അംഗീകരിക്കുന്നതോടെ മാത്രമേ അന്തിമ തീരുമാനം ഉണ്ടാകൂ. 2021 തെരഞ്ഞെടുപ്പിൽ പൊതുസ്വതന്ത്ര അടക്കം 86 സീറ്റിലാണ് CPM മത്സരിച്ചത്. ഇത്തവണയും അത്ര തന്നെ സീറ്റിൽ മത്സരിക്കാനാണ് ധാരണ. 24 തിരുവനന്തപുരം. കൊല്ലം ഇരവിപുരത്തെ സ്ഥാനാർത്ഥി തർക്കത്തിൽ RSPയിൽ സമവായം. RYF സംസ്ഥാന സെക്രട്ടറി വിഷ്ണു മോഹൻ സ്ഥാനാർത്ഥിയാകും. NK പ്രേമചന്ദ്രന്റെ മകൻ കാർത്തിക്കിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ പാർട്ടി വിടുമെന്ന ഷിബു ബേബി ജോണിന്റെ ഭീഷണിക്ക് നേതൃത്വം വഴങ്ങുകയായിരുന്നു. അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ കൊല്ലം ഇരവിപുരം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിരിക്കുകയാണ് RSP. RYF സംസ്ഥാന സെക്രട്ടറി വിഷ്ണു മോഹനെ സ്ഥാനാർത്ഥിയാക്കാനാണ് തീരുമാനം. പക്ഷേ ഔദ്യോഗിക പ്രഖ്യാപനത്തിലേക്ക് പാർട്ടി കടന്നിട്ടില്ല. മുന്നണിയുമായി ചർച്ച ചെയ്തതിനു ശേഷമാകും ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനമെന്ന് ഷിബു ബേബി ജോൺ. ഒരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി ചില ചർച്ചകൾ നടന്നു, പേരുകൾ നിർദ്ദേശിക്കപ്പെട്ടു. ആ പേരുകളെല്ലാം പരിശോധിച്ചുകൊണ്ട് അവസാനമായി RSP ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അത് ഞങ്ങൾ ഇന്നിപ്പോൾ പ്രഖ്യാപിക്കുന്നില്ല. അത് UDF ലീഡർഷിപ്പുമായിട്ട് ചർച്ച ചെയ്തിട്ട് അവരുടെ പ്രഖ്യാപനത്തിനോടൊപ്പം RSPയുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതായിരിക്കും. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഭൂരിപക്ഷം ലഭിച്ചിട്ടും കാർത്തിക് പ്രേമചന്ദ്രനെ ഷിബു ബേബി ജോൺ പക്ഷം അംഗീകരിച്ചില്ല. ഒടുവിൽ സമവായ സ്ഥാനാർത്ഥി വരട്ടെ എന്ന ഷിബു ബേബി ജോൺ പക്ഷത്തിന്റെ ആവശ്യത്തിലുയർന്നുവന്ന പേരാണ് വിഷ്ണു മോഹന്റേത്. തുടർന്ന് സംസ്ഥാന കമ്മിറ്റി വിഷയം ചർച്ച ചെയ്തപ്പോഴും ഭിന്നാഭിപ്രായങ്ങൾ ഉയർന്നു. കുന്നത്തൂരിൽ RYF സംസ്ഥാന പ്രസിഡന്റ് ഉല്ലാസ് കോവൂർ മത്സരിക്കുന്നതിനാൽ RYFന് വീണ്ടും സീറ്റ് നൽകേണ്ടതില്ലെന്ന് ഒരു പക്ഷം വാദിച്ചു. എന്നാൽ എല്ലാവർക്കും സ്വീകാര്യനായ വിഷ്ണുവിന്റെ പേരിൽ ഒടുവിൽ ചർച്ച അവസാനിക്കുകയായിരുന്നു. നിലവിൽ കൊല്ലം ജില്ലയിൽ RSP മത്സരിക്കുന്ന 3 സീറ്റുകളിലേക്കും സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു കഴിഞ്ഞു. ചവറയിൽ ഷിബു ബേബി ജോൺ തന്നെ മത്സരിക്കും. ജില്ലയ്ക്ക് പുറത്തുള്ള 2 സീറ്റുകളിൽ പ്രതിപക്ഷ നേതാവുമായുള്ള ചർച്ചയ്ക്ക് ശേഷമായിരിക്കും തീരുമാനമുണ്ടാവുക. 24 കൊല്ലം. വെൽക്കം ബാക്ക്. എഡിഷൻ തുടരുകയാണ്. ഇനി ഗ്രൗണ്ട് സീറോ. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തെത്തിയിട്ടും LDF UDF മുന്നണികളിൽ സീറ്റ് വിഭജനത്തിൽ ആശയക്കുഴപ്പം നിലനിൽക്കുന്ന മണ്ഡലമാണ് കുട്ടനാട്. 3 മുന്നണികളിലെയും ഘടകകക്ഷികളാണ് മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. കേരള കോൺഗ്രസ് ജോസഫിൽ നിന്ന് സീറ്റ് ഏറ്റെടുക്കാനുള്ള കോൺഗ്രസ് നീക്കം UDFൽ അസ്വസ്ഥത ഉണ്ടാക്കിക്കഴിഞ്ഞു. NCPയിൽ നിന്ന് സീറ്റ് എടുക്കണമെന്ന ആവശ്യമൊക്കെ CPIMൽ ഉയർന്നിരുന്നെങ്കിലും അതില്ലെന്ന് ജില്ലാ സെക്രട്ടറി തന്നെ വ്യക്തമാക്കുന്നു. കുട്ടനാട് മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് കാഴ്ചകളിലേക്കാണ് ഇന്ന് ഗ്രൗണ്ട് സീറോ. സമുദ്രനിരപ്പിനും താഴെയുള്ള മണ്ഡലമാണ് കുട്ടനാട്. വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കണ്ണെത്താ ദൂരത്തോളം പാടങ്ങളുള്ള മനോഹരമായ കാഴ്ച. പക്ഷെ അതിൻ്റെ സുഖമൊന്നുമില്ല കുട്ടനാട്ടെ ജീവിതങ്ങൾക്ക്. എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാവുന്ന വെള്ളപ്പൊക്കം, സ്വപ്നങ്ങൾക്കുമേൽ മടപൊട്ടൽ, അങ്ങനെ പൊരുതി ജീവിക്കുന്ന ജനങ്ങൾ. കുട്ടനാട്ടെ രാഷ്ട്രീയത്തിനും അങ്ങനെ സ്ഥിരതയൊന്നുമില്ല. എങ്ങോട്ട് വേണമെങ്കിലും ചായാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഒരിക്കലും പ്രതിനിധി ഉണ്ടായിട്ടില്ലാത്ത കുട്ടനാട് 1982 മുതൽ 1/4 നൂറ്റാണ്ടോളം വിജയിച്ചത് ഡോക്ടർ KC ജോസഫ് ആയിരുന്നു. കേരള കോൺഗ്രസ് ജോസഫ് സ്ഥാനാർത്ഥിയായിരുന്ന അദ്ദേഹം ആദ്യ 2 വട്ടം വിജയിച്ചത് UDFനൊപ്പവും അടുത്ത 3 തെരഞ്ഞെടുപ്പിൽ LDFനൊപ്പവും. 2006-ൽ UDFന്റെ ഭാഗമായി DIC സ്ഥാനാർത്ഥിയായി മത്സരിച്ച തോമസ് ചാണ്ടി ഡോക്ടർ KC ജോസഫിന്റെ വിജയക്കുതിപ്പ് അവസാനിപ്പിച്ചു. 5381 വോട്ടുകൾക്കായിരുന്നു അട്ടിമറി. ഇതിനിടെ NCP വഴി LDFന്റെ ഭാഗമായി തോമസ് ചാണ്ടി. 2011-ൽ വീണ്ടും KC ജോസഫുമായി ഏറ്റുമുട്ടൽ. അപ്പോഴേക്കും കേരള കോൺഗ്രസ് ജോസഫ് മാണി ഗ്രൂപ്പിൽ ലയിച്ച് UDFലെത്തിയിരുന്നു. 7971 വോട്ടുകൾക്ക് തോമസ് ചാണ്ടി കുട്ടനാട് നിലനിർത്തി. 2016-ൽ LDFനായി വീണ്ടും തോമസ് ചാണ്ടി കളത്തിലിറങ്ങി. കേരള കോൺഗ്രസ് എമ്മിനായി അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാമായിരുന്നു എതിർ സ്ഥാനാർത്ഥി.
4891 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വീണ്ടും തോമസ് ചാണ്ടിക്ക് ജയം. BDJS സ്ഥാനാർത്ഥിയായി എത്തിയ സുഭാഷ് വാസു NDAയുടെ വോട്ട് വിഹിതം ഒറ്റയടിക്ക് 5 ഇരട്ടിയായി വർദ്ധിപ്പിച്ചതിനും ഈ തിരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിച്ചു. 2019 ഡിസംബർ 20 തോമസ് ചാണ്ടി അന്തരിച്ചു. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നില്ല. 2021 LDFനായി മത്സരിച്ചത് തോമസ് ചാണ്ടിയുടെ സഹോദരൻ തോമസ് കെ തോമസ്. കേരള കോൺഗ്രസ് ജോസഫിന്റെ അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം തന്നെ എതിർപക്ഷത്ത്. കേരള കോൺഗ്രസ് എം ഇടതുപാളയത്തിലെത്തിയും ജോസഫ് ഗ്രൂപ്പ് UDFൽ തുടർന്നതിന്റെയും രാഷ്ട്രീയ മാറ്റമുണ്ടായി കുട്ടനാട്ടെ വോട്ടിംഗിൽ. 5516 വോട്ടുകൾക്ക് LDF മണ്ഡലം നിലനിർത്തി. NDAയുടെ വോട്ട് വിഹിതം പകുതിയായി. വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനായി കുട്ടനാട് ഒരുങ്ങുമ്പോൾ മുന്നണികൾക്കുള്ളിൽ പ്രശ്നം, പാർട്ടികൾക്കുള്ളിൽ പ്രശ്നം, അങ്ങനെ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളാണ്. നിലവിലെ MLA തോമസ് കെ തോമസിനെതിരെ NCPക്കുള്ളിൽ പടയൊരുക്കം ശക്തമാണ്. അത് മുൻകൂട്ടി കണ്ട് കുട്ടനാട് താനും എലത്തൂരിൽ AK ശശീന്ദ്രനും സ്ഥാനാർത്ഥിയാകണമെന്ന് ശരത് പവാർ നിർദ്ദേശിച്ചതായി തോമസ് കെ തോമസ് തന്നെ പ്രഖ്യാപിച്ചു. സീറ്റ് ഏറ്റെടുക്കണമെന്ന ആവശ്യം CPIMൽ ശക്തമാണ്. NCPക്കാണ് കുട്ടനാടെങ്കിൽ തോമസ് കെ തോമസ് തന്നെ വീണ്ടും ഇടതു സ്ഥാനാർത്ഥിയാകും. സ്ഥാനാർത്ഥിക്ക് എന്തെങ്കിലും കുറവുകളൊക്കെ ചിലപ്പോൾ കണ്ടെന്ന് വരാം, അതൊന്നും നമുക്ക് പ്രശ്നമല്ല. സ്ഥാനാർത്ഥി അവിടെ MLA എന്ന രൂപത്തിലേക്ക് കഴിഞ്ഞ നാടുകളിൽ വികസന പ്രവർത്തനം ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ MLA എന്ന രൂപത്തിൽ നല്ല വികസന പ്രവർത്തനങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ട്. ആ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ ആണെങ്കിൽ അയാൾ വോട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ. മാറാൻ സാധ്യതയില്ല, ചെയ്യാൻ സാധ്യതയില്ല. കാരണം വെച്ചാൽ ഘടകകക്ഷികൾക്കെല്ലാം കൊടുത്തുള്ള സീറ്റുകളെ അവർ തന്നെ മത്സരിക്കുക എന്നുള്ളത്, അതൊന്ന് വെച്ച് മാറാനും മറ്റു കാര്യങ്ങളും അങ്ങനെയുള്ള ഒരു ചർച്ചയും ഇല്ല. UDFലും സ്ഥിതി അത്ര സുഖകരമല്ല. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് കുട്ടനാട് ഏറ്റെടുക്കാനുള്ള ഒരുക്കത്തിലാണ് കോൺഗ്രസ്. ഇതോടെ ജോസഫ് ഗ്രൂപ്പ് ഇടഞ്ഞു. സീറ്റ് വിട്ടുകൊടുക്കില്ലെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഉഭയകക്ഷി ചർച്ച നടത്തിയെങ്കിലും അന്തിമ തീരുമാനം എടുക്കാനായിട്ടില്ല. പാർട്ടി വൈസ് ചെയർമാനും വ്യവസായിയുമായ റെജി ചെറിയാനെ സ്ഥാനാർത്ഥിയാക്കാനാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ ശ്രമം. ഇതിനെതിരെ പേയ്മെന്റ് സീറ്റ് ആരോപണവുമായി കോൺഗ്രസ് നേതാവ് അനിൽ ബോസ് അടക്കമുള്ളവർ പരസ്യമായി രംഗത്തെത്തി. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കുട്ടനാട് ഏറ്റെടുക്കണമെന്ന സമ്മർദ്ദം കോൺഗ്രസ് നേതൃത്വത്തിന് മേൽ പ്രാദേശിക ഘടകങ്ങൾ ശക്തമാക്കുന്നുണ്ട്. ഞാൻ ഇത് ആദ്യം കേൾക്കുകയാണ് പെയ്ഡ് സീറ്റ് എന്നുള്ളത്. അങ്ങനെ ഒരു സീറ്റ് UDFിലില്ല. അത് കേരള കോൺഗ്രസും സ്ഥിരമായി മത്സരിച്ചു കൊണ്ടിരിക്കുന്ന സീറ്റാണ്. കേരള കോൺഗ്രസിന്റെ നേതൃത്വം എന്താണോ നിലപാടെടുത്തിട്ടുള്ളത് ആ നിലപാട് UDF യോജിക്കും. ആ സീറ്റ് കോൺഗ്രസിന് വിട്ടുതരാനാണ് കേരള കോൺഗ്രസ് മനോഭാവമെങ്കിൽ അത് നല്ലത് എന്ന് പറയാൻ കൂടെ മനസ്സുള്ള ആളാണ്. NDAക്ക് വേണ്ടി ഇക്കുറിയും BDJS സ്ഥാനാർത്ഥി തന്നെയായിരിക്കും കുട്ടനാട്ടിൽ. 2016 33,044 വോട്ടുകൾ സമാഹരിക്കാൻ സ്ഥാനാർത്ഥിയായിരുന്ന സുഭാഷ് വാസുവിന് കഴിഞ്ഞിരുന്നു. പിന്നീട് പുറകോട്ട് പോയെങ്കിലും പ്രകടനം മെച്ചപ്പെടുത്താൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ട് NDA ക്യാമ്പിൽ. തുഷാർ വെള്ളാപ്പള്ളി നേരിട്ടിറങ്ങണം എന്ന ആവശ്യം BDJSലുണ്ട്. BDJS സംസ്ഥാന സെക്രട്ടറി സന്തോഷ് ശാന്തിയുടെ പേരും സജീവം. കുട്ടനാടിനെ സംബന്ധിച്ച് അവിടുത്തെ ഇപ്പോൾ നിലവിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് അല്ലെങ്കിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ എണ്ണത്തേക്കാൾ കൂടുതലാണ് അവിടെ നമുക്ക് രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുള്ള ജനപ്രതിനിധി. വോട്ട് ഷെയറിൻ്റെ കാര്യം പരിശോധിക്കുമ്പോൾ അത്തരത്തിൽ വർധനവ് വലിയ തോതിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് വലിയൊരു മാറ്റത്തിൻ്റെ സാഹചര്യം, ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം കുട്ടനാടിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. മുൻപ് നടന്ന തെരഞ്ഞെടുപ്പുകളിലെ കണക്കുകളൊന്നും കുട്ടനാടിന്റെ സ്വഭാവം കൃത്യമായി നിർവചിക്കാൻ കഴിയുന്നതല്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 871 വോട്ടുകളുടെ ഭൂരിപക്ഷം ലഭിച്ചത് UDF സ്ഥാനാർത്ഥിയായിരുന്ന കൊടിക്കുന്നിൽ സുരേഷിന്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 503 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ LDFനായിരുന്നു മുൻതൂക്കം. 13 പഞ്ചായത്തുകളിൽ 8ലും വിജയിച്ചത് UDF. ഒരിടത്ത് 2 മുന്നണികളും ഒപ്പത്തിനൊപ്പം എത്തി. ആദ്യം മുന്നണിയിലെ പ്രശ്നങ്ങൾ, പിന്നെ പാർട്ടികളിലെ പ്രശ്നങ്ങൾ, അതെല്ലാം തീർത്ത് സ്ഥാനാർത്ഥി നിർണയം കഴിയും വരെ കുട്ടനാട് വാർത്തകളിൽ നിറഞ്ഞു തന്നെ നിൽക്കും. അങ്കമാലി ഫിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ആരംഭിച്ച 6 അന്തർദേശീയ ലാബുകൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ സഹകരണത്തോടെ ബംഗളൂരു എഥനോടെക് അക്കാദമിയും ഫിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജും സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത്. 7 കോടി രൂപ ചെലവിൽ നിർമ്മിച്ചിരിക്കുന്ന ലാബുകളിൽ നൂതന സാങ്കേതിക വിദ്യകൾ വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകുന്നതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ചടങ്ങിൽ അങ്കമാലി MLA റോജി എം ജോൺ അധ്യക്ഷനായി. നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കൌൺസിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അരുൺകുമാർ പിള്ള, ഫെഡറൽ ബാങ്ക് ചീഫ് ഹ്യൂമൻ റിസോഴ്സ് ഓഫീസർ N രാജനാരായണൻ, ഫിസ ചെയർമാൻ PR ഷിമിത് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇതോടെ ലേറ്റ് എഡിഷൻ പൂർത്തിയാവുന്നു. ഗുഡ് നൈറ്റ്.